ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കത്തനാർ എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പറഞ്ഞ ടൈമിന് തന്നെ വന്നിട്ടുണ്ട്. 1:31 PM സാധനം അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി. നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തപ്പോഴേക്ക് ഒന്ന് ലേറ്റായി പോയതാണ്. 2 മിനിറ്റ് 58 സെക്കൻഡാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്, അഫ്കോഴ്സ് ഞാൻ കുറച്ച് മുമ്പ് ഇതിൻ്റെ ഡയറക്ടർ റോജിൻ തോമസിൻ്റെ എന്താ പറയുക ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അതിൽ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷ ഇതിൽ വരും. അതെല്ലാം എടുത്ത് പറയേണ്ടത് ജയസൂര്യ, അനുഷ്ക ശെട്ടി, പ്രഭുദേവ, സനൂപ് സാന്, സാൻഡി, ദേവിക, നിതീഷ് ഭരദ്വാജ്, പിന്നെ വിനീത്, ഹാരിഷ് ഉത്തമൻ, പിന്നെ ശ്രീകാന്ത് മുരളി, കുൽപ്രീത് യാദവ്, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. റിട്ടൺ ബൈ ആർ രാമാനന്ദ് ആൻഡ് റോജിൻ തോമസ്. രാമാനന്ദൊക്കെ 10 വർഷം കൊണ്ടുള്ള പുള്ളിക്കാരൻ്റെ ഗവേഷണം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ എടുത്ത് പറയുന്നതിൻ്റെ മ്യൂസിക് എടുത്ത് പറയുന്നത് മേക്കപ്പ് റോണക് സേവിയർ ആണ്. പുള്ളിക്കാരൻ മിക്കവാറും ഇതിനൊരു അവാർഡ് മേടിക്കും. പിന്നെ മ്യൂസിക് ഇവിടെ കൊടുത്തില്ല, സൗണ്ട് മിക്സിങ് കൊടുത്തിട്ടുണ്ട്, മ്യൂസിക് ക്രെഡിറ്റ്സ്, കമ്പോസ്ഡ്, അറേഞ്ച്ഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രാഹുൽ സുബ്രഹ്മണ്യൻ പുള്ളിക്കാരാണ് ചെയ്തിട്ടുള്ളത്. കുറേ കേട്ടോ, കുറച്ചൊന്നുമല്ല. ഇതിൻ്റെ മ്യൂസിക് ഒക്കെ വൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നമുക്ക് നേരെ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോകാം. മലയാളം, ഹിന്ദി, കന്നഡ, തെലുഗു, തമിഴൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മലയാളം നോക്കാം. റെഡി. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. കാന്തല്ലൂർ ശാല. ഇന്ദ്രജാലത്തെ ഞാൻ നമ്പരുതില്ല. അവബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. யாரோட நினைவுக்கும் எட்டாத எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തക്കൾ. എന്താ വോയിസ് അല്ലേ? അതാരാണ്? കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ഡയറക്ടർ ഫോം ആപത്ത് കാലത്ത് വരുന്ന അതിമാനുഷ്യൻ അഗ്നിയാണ്. പ്രകാശ് രാജ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും ഫലം. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. വേണാട് ആപത്തിലാണ്. Careful to whom you pray. അനുഷ്ക, നീലി, ഓടെ സാൻഡി, നിതീഷ്. ഇരിക്കുന്ന ആള് மாய அண்டமே மாய. കത്തനാർ. നീലി ഗുണ ബ്ലാസ്റ്റ്. എമ്മൊരു സാധനം ഇറക്കി വിട്ടല്ലേ, ഭയങ്കര. ഇതിന്റെ കമന്റിലെ ഒരു സംഭവം ഞാനിത് നേരത്തെ എടുത്ത് നോക്കിയപ്പോ, ഇനി ലോകക്ക് എതിരാളികളില്ല, ഒരാളും തൊടില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു, ശക്തനായ മറ്റൊരാൾ, കത്തനാർ. ഓഫ്, എന്താലേ. അതുപോലെ ഈ സിനിമ ഹിറ്റാവുന്ന പ്രതീക്ഷയുള്ളവരോടെ കുടിക്കോ എന്നൊക്കെ പറഞ്ഞ കുറേ കമന്റ് ഉണ്ട്. ബട്ട് എനിക്ക് ആ കമന്റ് ഭയങ്കര ഇഷ്ടമായത്. ഇനി ലോകക്ക് എതിരില്ല എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. ലോക ഒരു ഭയങ്കരമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാധനമാണ് ആ ടീം നമ്മുടെ മുമ്പിലേക്ക് തന്നത്.
ഇത് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു എന്താ പറയുക ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമ. എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യണത്. എന്താ പറയുക, ലോക പോലെയൊക്കെ ഇനി ഒരു പടം വരുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ലോക 2 3 വരണം എന്ന് ചിന്തിക്കുന്നിടത്ത് ഇതിന്റെ ഗ്ലിംസ് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സാധനമൊന്നുമല്ല. ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഐറ്റാണ് ഇവർ ഇറക്കി വിടണം എന്നുള്ളത്. നമ്മൾ ആ ഒരു ഗ്ലിംസ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും, ആദ്യം വന്നിട്ടുള്ള ഗ്ലിംസ് കണ്ടാൽ പോലും നമുക്ക് തോന്നിപ്പോകും അത്ര ഗംഭീരമായിട്ടുള്ള വർക്കായിരുന്നു. ഇതിലേക്ക് വരുമ്പോഴും കൂടുതൽ ബൂസ്റ്റ് ചെയ്യണതും ഇതിലെ മ്യൂസിക്കും അത് ഭയങ്കരമാണ്. ഒരു സിനിമ എലവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതി ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് ആ മ്യൂസിക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് ഭയങ്കരമായിട്ടുണ്ട്. ഒരു എപ്പിക് ഫീല് വരുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഇങ്ങനെ കയറി കയറി അങ്ങനത്തെ സാധനങ്ങളോ അതിലുള്ള മ്യൂസിക് ചില ലേറ്റ് ആയിട്ടുള്ള ആലാപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ, ഒരു ഇന്റൻസ് ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിലർ. എനിക്ക് തോന്നുന്നു അടുത്ത 100 കോടിയൊക്കെ വരാൻ പോകുന്ന സിനിമ. അതിന് പൊതുവെ നമ്മൾ അങ്ങനെ പറയാറില്ല, പക്ഷേ ഈ സിനിമ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. മറ്റുള്ള സിനിമകൾ പോലൊന്നുമല്ല. മലയാളത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ എന്നെ സംബന്ധിച്ച് അത് കത്തനാറാണ്. ഒന്നാമത് ആ കഥയിനോടുള്ള ഒരു താല്പര്യം ഭയങ്കരമാണ്. അത് നോർമൽ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ അവരെന്നെ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സിനിമകൾ പോലെയൊന്നും അല്ല കത്തനാർ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇത് മുമ്പ് കണ്ടിട്ടുള്ള ഒരു സീരിയലുകൾ സിനിമ തന്നെ വന്നിട്ടുണ്ട്, പല തരത്തിലുള്ള ചില വീഡിയോസ് വന്നിട്ടുണ്ട്. ഇതിലൊന്നും കണ്ടിട്ടുള്ള കത്തനാരോ നീലിയോ ഒന്നുമല്ല നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇതിലൊരു സീനുണ്ട്, ഒരു ആന ഇങ്ങനെ പോകുമ്പോൾ അവിടെ വീണ് നടക്കുന്ന സൂര്യയുടെ കഥാപാത്രം. ആ ക്യാരക്ടറിന് അപ്പോൾ സൂപ്പർ ഹ്യൂമൻ പവറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മായാജാല ശക്തികളൊന്നും ഇല്ല. അവരവിടെ പോയി പെട്ടുപോകുന്നതാണ്. അതായിട്ടൊരു കഥ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്നുകൂടെ ചെയ്യാം. അതിൻ്റെ ഒരു കഥ എന്താണ്, അതിൻ്റെ ത്രെഡ് എന്താ രീതിയിൽ ചെറിയൊരു സാധനം, അത് സ്പോയിലറോ കാര്യങ്ങളൊന്നുമല്ല, കേട്ടറിഞ്ഞത് എന്താണെന്നുള്ളത് നമുക്കൊരു വീഡിയോയുടെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ വന്നിട്ടുള്ളത്. നല്ല സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.